ഡോക്ടർ ആരിഫ് ഹുസൈൻ, തക്ഫീറി ഐഡിയോളജി, ഇതാണ് റോണി കെ ബേബി സാർ പറഞ്ഞത്. പറയാൻ അറിയുന്നവരെ പറയേണ്ട രീതിയിൽ, പറയാൻ അറിയുന്നവരെ പറയേണ്ട ഇടത്തേക്ക് പറഞ്ഞയച്ചു എന്നുള്ളത് ബഹ്റൈനിൽ പറഞ്ഞതാണ്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, അങ്ങ് പറയൂ. OIC പോലുള്ള ആളുകളെ ഈ ഒരു ഡെലിഗേഷന്റെ ഭാഗമായിട്ട് വിട്ടതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അത് വളരെ നന്നായി തന്നെയാണ് ഞാൻ പറയുള്ളൂ. അത് മാത്രമല്ല, ഇതുപോലെയുള്ള വ്യക്തികൾക്ക് ഇനിയും ഇതുപോലെ കൂടുതൽ സാധ്യത കണ്ടെത്തി അത് കൊടുക്കണം. മെയിൻ സ്ട്രീം പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് നിലനിൽക്കാനുള്ള അവർക്കുള്ള അവസരം ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാവുകയാണ് വേണ്ടത്. ഐഡന്റിറ്റി പൊളിറ്റിക്സിൽ നിന്ന് മുസ്ലിങ്ങളെ പുറത്ത് കൊണ്ടുവരികയാണ് വേണ്ടത് എന്നതാണ് നമ്മളുടെ മുന്നേ ഉള്ള പൊസിഷൻ. പിന്നെ ഇതിൽ ഇദ്ദേഹം പറഞ്ഞ വിഷയം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ന്യൂആൻസസ് നോക്കിയിട്ട് അതിനകത്ത് ഇഴകീറി പരിശോധിച്ച് ഇപ്പോൾ അതിനകത്ത് ആ പറഞ്ഞതിൽ തെറ്റുണ്ട് എന്ന് സ്ഥാപിക്കേണ്ട ഒരു ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കാരണം അതിൽ തെറ്റുണ്ട്. അത് അദ്ദേഹം കോട്ട് ചെയ്ത ചില സംഗതികളുടെ ഭാഗമായിക്കൊണ്ടാണ്. പക്ഷേ അത് പറയാതിരുന്നാൽ ശരിയാവുമോ എന്നുള്ള ഒരു കോൺഫ്ലിക്റ്റ്, ഒരു ഡിലേമ എനിക്കുണ്ട്. അതുകൊണ്ട് ഞാനൊരു ചെറിയൊരു സൂചന മാത്രം പറയുകയാണ്. അതായത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ, മതഗ്രന്ഥങ്ങളിൽ നമുക്ക് പലതും കാണാൻ കഴിയും. അത് നമ്മൾ എടുക്കുന്നു, നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുന്നു. ഇത് എല്ലാ മതങ്ങളിൽ നിന്നും എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവിടെയും ഇദ്ദേഹം അത് ചെയ്യുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന സംഗതി ഇത് സമാധാനം കാക്ഷിക്കുന്ന മുസ്ലിങ്ങൾ മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളതാണ്. അതും ഈ രീതിയിൽ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മാത്രം അപ്ലിക്കബിൾ ആകുന്ന ഒരു സാധനമായിരിക്കെ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ കുഴപ്പം, ഇത് ഒറിജിനൽ ഈ തക്ഫീറി ഐഡിയോളജി കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ ഐസിസിനെ പോലെയുള്ള കൂട്ടങ്ങൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരിതിൻ്റെ കോണ്ടെക്സ്റ്റ് അടക്കമാണ് എടുക്കുക എന്നതുകൊണ്ട് അവർ ഈ സംഗതി എടുക്കില്ല. അതുകൊണ്ടാണ് അവർക്ക് ഒരാളെ കൊന്നാലും അതെല്ലാവരെയും കൊന്ന മാതിരി എന്ന് ഇപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിന് OICക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഇത് ഡീപ്പായിട്ട് പഠിച്ച ഐസിസ് പോലെയുള്ള ആളുകൾക്ക് അത് ഒരിക്കലും അത് എടുക്കാൻ കഴിയില്ല. കാരണം എന്താണ്? അവരതിൻ്റെ കോണ്ടെക്സ്റ്റ് ഉൾപ്പെടെയാണ് എടുക്കുക. അതിൻ്റെ കോണ്ടെക്സ്റ്റൽ ആയിട്ട് നമ്മളത് എടുത്തു കഴിഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെയല്ല. അതാണ് അതിൻ്റെ കുഴപ്പം. അവിടെ അവർ എടുക്കുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ളത് എടുക്കും, അതിന് മുകളിലുള്ളതൊക്കെ എടുക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നമുക്കുള്ള ചില നിയമങ്ങൾ അവിടെ ഉണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ കൊല്ലുന്നത്. അപ്പം ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നുകൊണ്ട് ഈ മതത്തിൻ്റെ കാര്യങ്ങളെ മാറ്റി എഴുതാനുള്ള ഒരു അവസരം അത് സൃഷ്ടിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അത് മുസ്ലിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ, നമ്മളെപ്പോലുള്ള ഈ എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റുകൾക്കൊന്നും പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അതില്ലാത്തതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ പേരെഴുതി ഒട്ടിച്ച് നടക്കേണ്ടി വന്നത്. എല്ലാവരും അങ്ങനെ ആകട്ടെ, വളരെ പെട്ടെന്ന് അങ്ങനെ ആകട്ടെ, ഇതുപോലുള്ള എക്സ് മുസ്ലിം സംഘടനകളൊക്കെ പിരിച്ചുവിടപ്പെടട്ടെ എന്ന് തന്നെയാണ് നമ്മളൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനോട് തൽക്കാലം അങ്ങ് യോജിക്കുന്നു. എന്നിരുന്നാലും ഇവിടെ ആകത്തുക എന്ന് പറയുന്നത്, ഒരു ഇന്ത്യൻ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസപരമായിട്ടുള്ള നിലനിൽപ്പ് എന്ന് പറയുന്നതിൽ ഇന്ത്യൻ എന്ന് പറയുന്ന സംഗതി, അല്ലെങ്കിൽ ഒരു ഭാരതീയത എന്ന് പറയുന്ന ഒരു സങ്കല്പം നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ലൂസായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ്. ഏത് നിമിഷം വേണമെങ്കിലും ശരിയ ഭരണങ്ങൾക്ക് അല്ലെങ്കിൽ ശരിയ ആവശ്യങ്ങൾക്ക് വഴിപ്പെടാനുള്ള ഒരു വഴി എപ്പോഴും അവിടെ തുറന്നിടുന്നത് നമുക്ക് കാണുക, അല്ലെങ്കിൽ അത് അവിടെ നിലനിൽക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ടാണ് വഖഫ് വിഷയം വരുമ്പോൾ, അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡിന്റെ വിഷയം വരുമ്പോൾ അവിടെ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് വരും. സെക്യുലർ നിയമങ്ങൾ വേഴ്സസ് ഇസ്ലാമിക നിയമങ്ങൾ എന്ന് വരുന്നിടത്ത് അവിടെ ഞാനൊന്ന് ഇടപെട്ടോട്ടെ. കാര്യം സമയം അതിക്രമിക്കുകയാണ്. ഒരു പക്ഷേ വീണ്ടും അതിലേക്ക് വരാൻ കഴിയാത്തതുകൊണ്ട് ഒരു ചോദ്യം കൂട്ടിച്ചേർക്കുന്നു. അങ്ങയുടെ ശ്രദ്ധ UK ലണ്ടനിലേക്ക് ക്ഷണിക്കുന്നു. അങ്ങിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നവിടെ കാണുകയല്ലേ ലണ്ടനിൽ? അതെ 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 അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ വളരെ ലൂസായിട്ടുള്ള ഒരു കണക്ഷനാണ് അത്. ആ ബോണ്ടിങ് അത് സ്ട്രോങ് ആക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളുടെ ആ ഒരു ബലത്തിൽ അതിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ട് ഒരു നാഷണൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു വിഷയത്തോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് OIC പോലെയൊക്കെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ഒമർ അബ്ദുള്ള ഏറ്റവും മികച്ച ഉദാഹരണം, OICയേക്കാൾ മികച്ച ഉദാഹരണമായിട്ട് ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ് ഒമർ അബ്ദുള്ള. ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം തൻ്റെ പൊളിറ്റിക്സും തൻ്റെ ആവശ്യങ്ങൾ, ആർട്ടിക്കിൾ 370 സംബന്ധിച്ചുള്ള ആവശ്യങ്ങൾ, ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ നിലനിന്ന ആ ഒരു നിൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മൈൽ സ്റ്റോൺ ആണെന്നാണ് ഞാൻ പറയാം. അത് കാശ്മീരികളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞോളൂ. അതിനിടയ്ക്ക് അവിടെ കണ്ടൊരു കാഴ്ച, നേരത്തെ ജോസഫ് സാർ പറഞ്ഞല്ലോ, ഫീൽഡ് മാർഷൽ പദവി കൊടുത്തയാൾ ബങ്കറിലും മറ്റ് പ്രധാനമന്ത്രി ഉറങ്ങുകയായിരുന്നു, നീന്തുകയായിരുന്നു എന്നുള്ളതിൽ ഇപ്പോഴും ക്ലാരിറ്റി വന്നിട്ടില്ല. വെളുപ്പിന് ഇതാ ഇടിവെട്ടി എന്ന് പറയുന്നുള്ള വാർത്ത വന്നപ്പോൾ. പക്ഷേ ഒമർ അബ്ദുള്ള നെഞ്ചുവിരിച്ച് ആക്രമിക്കപ്പെട്ട മേഖലകളിലൂടെ കടന്നു പോവുകയായിരുന്നു. ഏറ്റവും കൂടുതൽ ഞങ്ങൾ എത്തിയപ്പോൾ അദ്ദേഹം ഈ ഷെല്ല് വീണ വീടുകൾ കയറിയിറങ്ങുകയായിരുന്നു. ഷെല്ല് വീണ റോഡുകളിലൂടെ അദ്ദേഹം സധൈര്യം സഞ്ചരിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് ചിലത് അങ്ങനെ ചെയ്തത് ശരിയാണോ, ഇങ്ങനെ ചെയ്ത് ശരിയാണോ എന്നുള്ള ചോദ്യം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ദേശീയ മാധ്യമത്തിൻ്റെ പ്രമുഖ മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, അതല്ലാതെ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന്.
അപ്പോൾ ആ അജണ്ടയ്ക്ക് അദ്ദേഹം നിന്നില്ല എന്ന് മാത്രമല്ല, യെസ്, ഞാൻ യോജിക്കുന്നു പൂർണ്ണമായും ഒമർ അബ്ദുള്ളയുടെ നിലപാട്. ഞാൻ ഒരൊറ്റ സെന്റൻസ് കൂടി പറയാണ്. ഇവിടെ എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ തുടക്കം മുതൽ പറഞ്ഞു കേട്ട ഒരു കാര്യം, അവരുടെ ഈ അക്രമം നടത്തിയ ആളുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഹിന്ദു മുസ്ലിം വൈര്യം ഉണ്ടാക്കുക എന്നതായിരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചത്. അതോടൊപ്പം തന്നെ ഇതിന്റെ പിന്നിൽ മതമില്ല എന്ന് പറഞ്ഞു വെച്ചു. തൽക്കാലം നമ്മൾ വാദത്തിന് അത് അംഗീകരിച്ചാൽ തന്നെ ഞാനിപ്പോൾ പറയുക, സംഗതി ഇവിടെ സംഭവിച്ചത് എന്താണ്, ഈ തീവ്രവാദികൾ എന്താണ് ഉദ്ദേശിച്ചത് അതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള സംഗതിയാണ് ഇവിടെ സംഭവിച്ചത്. ഇവിടെ ഹിന്ദു മുസ്ലിം ഐക്യമാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. ഹിന്ദു മുസ്ലിം ഒരു അഖണ്ഡതയാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. അവർ ഒന്നാണ്, ഇന്ത്യക്കാരാണ് എന്നുള്ള, അതിൽ ഹിന്ദു മുസ്ലിം മാത്രമല്ല, ഓപ്പോസിഷൻ റൂളിംഗ് എന്നുള്ള വ്യത്യാസം പോലും ഇല്ലാതെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത് ഭാരതത്തിന് വേണ്ടി നിൽക്കാൻ കെൽപ്പുള്ള ആളുകളാണ് ഇന്ത്യക്കാർ. അതിൽ തന്നെ നോൺ വയലൻ്റ് ആയിട്ടുള്ള രീതികളാണ് നമ്മൾ ഒരു സിവിലിയൻ്റെ പോലും ചോര ചിന്താതെ ഇത്രയും വലിയ ഒരു വിജയം നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മളുടെ മഹിമ. അതിന് നമ്മൾ പാടിപ്പുകെടുത്തലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വീരഗാഥകളുടെ ഒന്നും ആവശ്യമില്ല. അത് നമ്മൾ നെഞ്ചും വിരിച്ച് നീളം നടന്ന് ഇതുപോലെ പറയാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെയ്തതിൽ സബ്സ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് നമുക്കത് പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് അതില്ലാത്തത് കൊണ്ടാണ് ഇതുപോലുള്ള വ്യാജ ഉദ്യോഗ കയറ്റങ്ങൾ കാണിച്ചുകൊണ്ട് അവർക്ക് അപ്രീസിയേഷൻ കൊടുത്തുകൊണ്ട് അവരെ ഇത് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളതിൻ്റെ ഇതല്ലാതെ വേറെ ഒന്നും അവർക്ക് ചെയ്യാനില്ല എന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഇന്ത്യ മാതൃകയാകുന്നത്. ഈ നോൺ വയലൻസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നടപ്പിലാക്കി കാണിക്കുക. അത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ മാത്രമല്ല, ഇന്നും അത് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന കാര്യമാണ് എന്ന് ലോകത്തിന് പഠിപ്പിക്കുന്ന ഒരു മാതൃക കൂടിയാണ്. ഒരു വലിയ മാതൃക, ഒരു ലോക മാതൃക തന്നെയാണ് ഇന്ത്യ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.